1400 സംവത്സരങ്ങൾക്ക് മുമ്പ് അവതരിച്ചെന്ന് തന്നെ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റിയ, ലോകത്തിൽ അത്യുദ്ഗമനം നടത്തുന്ന പ്രത്യയശാസ്ത്രമായ വിശുദ്ധ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നീതിയുടെ ശീതള ഛായയിലേക്ക് ലോകത്തെ ആനയിച്ച വിശുദ്ധ ഖുർആൻ ഓരോ സൂക്തങ്ങളും മനുഷ്യ ഹൃദയത്തിന്റെ അഗാധതകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് ഉച്ചനീചത്വത്തിന്റെ അടിവേരിന് കത്തിവെച്ച വിശുദ്ധ ഖുർആൻ മനുഷ്യരാശിയോട് പറയുകയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് സമാധാനം വേണമോ? സമ്പത്ത് കൊണ്ട്, അധികാരം കൊണ്ട്, ആൾബലം കൊണ്ട്, സൈനിക ശേഷി കൊണ്ട് കിട്ടുകയില്ല. അള്ളാഹുവിന്റെ സ്മരണയുണ്ടോ? അള്ളാഹുവിന്റെ ഓർമ്മയുണ്ടോ? അള്ളാഹുവിന്റെ ഓർമ്മ കൊണ്ട് മാത്രമേ ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുകയുള്ളൂ. അനന്ത വിശാലമായ ആകാശത്തെയും ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും പ്രപഞ്ചത്തെ ഹരിതാപമാക്കുന്ന കൊടുങ്കാടുകളെയും അമ്പിളി അമ്മാമനോട് തൊട്ടുരുമ്മി നിന്നുകൊണ്ട് അടക്കം പറയുന്ന പർവ്വതങ്ങളെയും ആ പർവ്വതത്തിന്റെ അടിവാരത്തിലൂടെ കളകളാരവം മുഴക്കി ഒഴുകുന്ന കൊച്ചു കൊച്ചരുവികളെയും ആ അരുവികൾ ചെന്നു പതിക്കുന്ന അലറി വിളിക്കുന്ന സമുദ്രത്തെയും ലോകത്തിലെ ഏറ്റവും വലിയ ജീവി എന്നറിയപ്പെടുന്ന തിമിംഗലങ്ങളെയും കാട്ടിന്റെ ഉള്ളിൽ ചിഹ്നം വിളിക്കുന്ന കാട്ടാനകളെയും ഗർജിക്കുന്ന സിംഹങ്ങളെയും ഏതൊരു സൃഷ്ടാവാണോ സൃഷ്ടിച്ചത്? അല്ലാഹുവിന്റെ ചിന്ത ഏതൊരു ഹൃദയത്തിലുണ്ടോ ആ ഹൃദയങ്ങൾക്കാണ് സമാധാനം കിട്ടുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിന്റെ ഹൃദയത്തിന് സമാധാനം വേണമോ? അല്ലാഹുവിന്റെ ഓർമ്മയിലേക്ക് നീ മടങ്ങ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നീ മടങ്ങ്, അല്ലാഹുവിന്റെ ചിന്തയിലേക്ക് നീ മടങ്ങ്. അല്ലാഹുവിന്റെ ചിന്ത കൊണ്ട് മാത്രമേ നിനക്ക് ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ.